അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലിലെ എൻ്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇത് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളൊക്കെ അള്ളാഹ് മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചരിത്ര പഠനമാണ്. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ചരിത്രമാണ് പഠിക്കുന്നത്. ഓരോ ചരിത്ര ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ. ചരിത്രം അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ദിക്റുൽ അംബിയായി ഇബാദത്തുൻ, അംബിയാക്കന്മാരെ കുറിച്ച് പറയൽ, അത് കേൾക്കൽ ഇബാദത്താണ്. വ ദിക്റു സ്വാലിഹീൻ, മഹാന്മാരെ കുറിച്ച് പറയൽ, അത് കഫാറത്തു ദുനൂബ്, പാപങ്ങളെ പൊറുപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ചരിത്രം, ഒരു ഉടുമ്പ് കാരണം 1001 പേര് ഇസ്ലാം മതം സ്വീകരിച്ച മുസ്ലിമായി വന്ന ഒരു അത്ഭുതകരമായ ചരിത്രമാണ്. അള്ളാഹു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതായത് സംസാരശേഷിയില്ലാത്ത, നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത, ചിരിക്കാൻ കഴിയാത്ത, നമ്മളാണ് വലുതെന്ന് നമ്മൾ പറയുന്ന, അതിനേക്കാൾ ഒന്നുമല്ലാതെ ഒരു ഉടുമ്പ് വിചാരിച്ചപ്പോൾ 1001 പേരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരായ ഒരു അത്ഭുതകരമായ ചരിത്രം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാം ആകണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ മക്കളെക്കാൾ, ഭാര്യയെക്കാൾ, കുടുംബാദികളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മറ്റെല്ലാത്തിനേക്കാളും മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവനാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവൂല, ഒരാളും വിശ്വാസിയാകില്ല എന്ന് ആരംഭപ്പുവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹത്തോടു കൂടി നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ബന്ധങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബാദികളുണ്ട്, അവരെല്ലാം ഖബർ വരെ വരുള്ളൂ. ഖബർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ഒറ്റയ്ക്കാണ്. ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നത് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി തങ്ങളുടെ സ്നേഹത്തിന്റെ, ആ അനുരാഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചരിത്രം. കേട്ടോളിൻ, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു നിലനിർത്തി പഠിക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ സ്വഹാബത്തിന് ഇൽമിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞ കവിഞ്ഞ സദസ്. അള്ളാഹുവിന്റെ റസൂൽ നമസ്കാര ശേഷം നരകത്തെപ്പറ്റി, സ്വർഗത്തെപ്പറ്റി, ശിക്ഷയെപ്പറ്റി, പ്രതിഫലത്തെപ്പറ്റി എല്ലാ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ കടന്നവരാണ്. ആ മനുഷ്യന്റെ ശരീരം മുഴുവൻ കീറിപ്പറഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, അണ്ടം വെച്ച തുണികളാണ് ധരിച്ചിരിക്കുന്നത്. കീറിപ്പറഞ്ഞ ഒരു വേഷവുമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹളറത്തിലേക്ക് അറാബിയായ മനുഷ്യൻ കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ മോശമായി, വളരെ കാർക്കശ്യത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകനോട് സംസാരിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. ഉമർ തങ്ങൾ ചോദിച്ചു, നീ ആരോടാ കാർക്കശ്യത്തോടെ സംസാരിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുത്തുനബി തങ്ങള് ആ സമയത്ത് ഉമർ തങ്ങൾ, ഉമറെ അവിടെ ഇരിക്ക്, നീ അവിടെ ഇരിക്ക്, എന്നോടല്ലേ സംസാരിക്കണേ, ഞാൻ സംസാരിച്ചോളാം, നീ അവിടെ സഹനതയോടെ ക്ഷമയോടെ ഇരിക്കാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ച് പുഞ്ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ ആ മനുഷ്യനോട് ചോദിച്ചു, സഹോദര, ഞങ്ങളിവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ, ഞങ്ങളിവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടിരുന്നപ്പോ നീ ഞങ്ങളുടെ സദസ്സിലേക്കല്ലേ കടന്നു വന്നത്? നിന്നെ ആരും ചീത്ത വിളിച്ചില്ല, നിന്നെ ആരും പ്രകോപനം നടത്തിയിട്ടില്ല, നിന്നോട് ആരും ഒന്നും മോശമായി പെരുമാറിയിട്ടില്ല, പിന്നെ എന്തിനാണ് നീ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അറാബിയായ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ വാക്സാമർത്ഥ്യം കൊണ്ട്, നിന്റെ വാക്ചാതുര്യത കൊണ്ട് നീ ആളുകളെ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് പോലെ എന്നെ പിടിച്ചിരുത്തിയേക്കാമെന്ന് കരുതണ്ട. നീ അങ്ങനെ കരുതണ്ട. നീ ഒരു പുതിയ മതവുമായി കടന്നു വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു, ഒരു പുതിയ വിശ്വാസവുമായി കടന്നു വന്നിരിക്കുന്നു എന്നറിഞ്ഞു, ഒരു പ്രവാചകനാണെന്നറിഞ്ഞു, ഞാനത് വിശ്വസിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ മുത്തുനബി തങ്ങൾക്ക് മുന്നിൽ ആ മനുഷ്യന്റെ കൈയുടെ ഭാഗത്ത്, മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് തുണി
തുണി മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്തുനിന്ന് ഒരു ഉടുമ്പിനെ എടുത്ത് ഇട്ടുകൊടുത്തു എന്നാണ്. നബി തങ്ങളുടെ മടിയിലേക്ക് ഇട്ടു എന്നും കാണാം, അതല്ല ആ താഴ്ഭാഗത്തേക്ക് ഇട്ടു എന്നും റിപ്പോർട്ടുകളിൽ കാണാം. എന്തു തന്നെയായാലും ആ ഉടുമ്പിനെ താഴേക്ക് ഇട്ടു. ഉടുമ്പിനെ താഴേക്കിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഈ ഉടുമ്പ് നിന്നെ കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കൂല. ഈ ഉടുമ്പ് വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കാം, അല്ലാതെ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ആ ഉടുമ്പിനെ എടുക്കുകയാണ്. സുമ്മക്കാലമിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ലബ്ബ്, അല്ലയോ ഉടുമ്പേ. ആ ഉടുമ്പ് അങ്ങനെ മുത്തനബി തങ്ങൾ വിളിച്ചപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആ ഉടുമ്പ് മറുപടി പറയുന്നു, ലബ്ബൈക യാ സൈനമൻ വാഫാ യൗമൽ ഖിയാമ. മുത്തനബി തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ സവിസ്തരം അതാ മറുപടി കൊടുക്കുന്നു. എന്നിട്ട് മുത്തനബി തങ്ങൾ ചോദിക്കുന്നു, മൻ തഅബുദു, നീ ആരെയാണ് ആരാധിക്കുന്നത്? ഉടുമ്പിനോടാണ് ചോദ്യം, നീ ആരെയാണ് ആരാധിക്കുന്നത്? ആ ഉടുമ്പ് പറയുന്നു, അഅബുദുല്ലാഹല്ലദീ ഫിസ് സമാഇ അർശു വഫിൽ അർളി സുൽത്താനു വഫിൽ ബഹരി സബീലു വഫിൽ ജന്നത്തി സവാബു വഫിൻ നാരി അദാബു. അർശിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ, കുർശിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ, ശിക്ഷ നൽകുന്ന തമ്പുരാൻ, പ്രതിഫലം നൽകുന്ന തമ്പുരാൻ, സ്വർഗം നൽകുന്ന തമ്പുരാൻ, സ്വർഗം നൽകുന്ന നരകം നൽകുന്ന തമ്പുരാൻ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പ് പറഞ്ഞു എന്നാണ്. ഉടുമ്പ് മറുപടി പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ അന, ഞാൻ ആരാ? നബി തങ്ങൾ ചോദിക്കാണ്, ഞാൻ ആരാ? ആ ഉടുമ്പ് മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? അൻത മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദുൽ മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ഇലാ ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ പറഞ്ഞിട്ട് പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ആ മനുഷ്യൻ വല്ലാതെ ഭയപ്പെട്ടു. ഓടി വന്ന് നബി തങ്ങളെ കെട്ടിപ്പിടിച്ചു എന്നാണ്. നബി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട്, നബിയെ, ഞാൻ വൈകിപ്പോയി, ഞാൻ അറിയാൻ വൈകിപ്പോയി. ഇതിനേക്കാൾ ഒരു സത്യം, ഒരു തെളിവ് എനിക്ക് കിട്ടേണ്ടതില്ല. ആളുകൾ പലതും പറയുന്നു, എന്തോ പറയട്ടെ, ഞാനിതാ വിശ്വസിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ഇസ്ലാം മതം സ്വീകരിച്ച് കടന്നു വന്നു. അപ്പോൾ ഒരാൾ മുസ്ലിമായി, ഉടുമ്പുകാരൻ. ബാക്കി 1000 പേര് ചരിത്രം പറഞ്ഞുതരാം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് സമ്പത്ത് വല്ലതും ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല നബിയെ, ഈ കാണുന്ന വസ്ത്രം ഇല്ലേ, കീറി പറഞ്ഞ വസ്ത്രമാണ്. എന്റെ കുടുംബത്തിൽ ഇന്നാലിന്ന കുടുംബത്തിലാണ് ഞാനുള്ളത്, ഞാൻ പട്ടിണിയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് സഹായങ്ങൾ ചോദിച്ചു. ചില ആളുകൾ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു, ചില ആളുകൾ ചെരുപ്പ് കൊണ്ടുവന്ന് കൊടുത്തു, ചില ആളുകൾ ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്ന് കൊടുത്തു, ചില ആൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞു, നബിയെ, ഈ പള്ളിയുടെ പുറത്തൊരു വാഹനം കിടപ്പുണ്ട്, നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാ, നല്ല മൈലേജ് ഉള്ള വാഹനം, അതങ്ങ് കൊടുത്തോളി, അതെന്റെ സംഭാവനയാണ്, ആ മനുഷ്യരങ്ങ് കൊടുത്തോളി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, നിറഞ്ഞ സമ്മാനത്തോടെ, നിറഞ്ഞ മനസ്സോടെ മനുഷ്യൻ ഇങ്ങനെ നടന്നു തന്റെ അഹിലുകാരുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകുന്ന വഴിയിൽ നബി തങ്ങളെ വധിക്കുവാൻ, നബി തങ്ങളെ ആക്രമിക്കുവാൻ 1000 പേരടങ്ങുന്ന സംഘം കടന്നു വരാണ്. ചോദിച്ചു, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ? പറഞ്ഞു, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, ഒരു പുതിയ മതവുമായി കടന്നു വന്നിട്ടുണ്ട്, ആ മനുഷ്യൻ ആക്രമിക്കാൻ പോവാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ അനുഭവം വ്യക്തമാക്കിയപ്പോൾ, സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേരിട്ട് അനുഭവം കേട്ടപ്പോൾ അവിടെ നിന്നുകൊണ്ട് 1000 പേര് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കലിമത്ത് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞെന്തിനാണെന്നറിയോ? നബിതങ്ങളുടെ അധമ്യമായ പ്രണയം, ഇസ്ലാമിനോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം. നമ്മുടെ നേതാവിന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുമ്പോൾ ആ സുന്നത്തുകളെ കണ്ട് ഇത് ആര് പഠിപ്പിച്ചതാണ്, ഇതെവിടെ നിന്ന് വന്നതാണ്, ഇതിന്റെ വാഹകനാരാണ്, ഇതിന്റെ നേതാവാരാണെന്ന് പഠിക്കാൻ, ചിന്തിക്കാൻ ആളുകൾക്ക് ഇടവരുത്തണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുരാഗമായി മാറണം. മണിമുത്ത് നൂറൊളിവേ മദ്ഹൂദി ഞാൻ നിലാവേ, മാനസം ത്വയ്ബാവിൽ ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാദിഹ്യങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല, തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല, തങ്ങളെ ഞാനെന്ന് കാണും കാലമറിയില്ല, എന്നിലെ
മോഹം മാത്രം തീർത്തിടാനായി ഏറെ ശിഫയില്ല. ആ മദീനയോട് അനുരാഗം ഉണ്ടാകണം. ഉറപ്പായും മുത്തുനബി തങ്ങൾ നമുക്ക് ഷഫാത്തായി കടന്നു. വേറെ ഒരാളും വരൂലല്ലോ നാളെ റബ്ബിന്റെ കോടതിയിൽ. ആ മുത്തുനബി തങ്ങൾ അനുരാഗമായി മാറണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലെ എത്രയോ ജീവജാലം ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാ തിങ്കളാഴ്ചയും ഇതുപോലുള്ള ചരിത്രങ്ങളാണ്, അത്ഭുത സംഭവങ്ങളാണ്, മഹാന്മാരെ കുറിച്ചുള്ള പഠനമാണ് തിങ്കളാഴ്ച നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ, കുറഞ്ഞ സമയം കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അവിടെ വസിയത്തുകൾ കമന്റിലായി എഴുതി അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അള്ളാഹ് കബൂലാക്കട്ടെ. കമന്റുകളൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ഇതുപോലെയുള്ള അത്ഭുതകരമായ സംഭവങ്ങൾ പറയുന്ന ഒരു ചരിത്ര പഠനമാണ് ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ആ ചാനൽ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ മജ്‌ലിസിൽ കയറാൻ കഴിയും. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലും ബദറിൻ തീരം എന്ന ചാനലും നമുക്ക് ഒരു ചാനലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ഭാഗവാക്കാവുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.